നമസ്കാരം. നമ്മുടെ വീടിന്റെ ഇന്റീരിയർ ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഏതാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫർണിച്ചറാണ്. ഫർണിച്ചർ തന്നെ ഒരുപാട് വെറൈറ്റീസും ഒരുപാട് ഡിവിഷൻസും ഉണ്ട്. അതിൽ ഏറ്റവും മികച്ച ഒരു വെറൈറ്റി ഐറ്റംസിന്റെ മുന്നിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അത് എപ്പോക്സി ഫർണിച്ചറാണ്. എപ്പോക്സി ഫർണിച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളിപ്പോൾ കാണുന്ന ടേബിൾ ഉണ്ടാവും, അതായത് ഡൈനിങ് ടേബിൾ ഉണ്ടാവും, സെന്റർ ടേബിൾസ് ഉണ്ടാവും, അതുപോലെ ക്ലോക്കുകൾ ഉണ്ടാവും, സൈഡ് ടേബിൾസ് ഉണ്ടാവും, അങ്ങനെ പലതും. അതിന്റെ ഡെക്കോർ ഐറ്റംസും ഉണ്ടാവും. അതിന്റെ എല്ലാം വർക്കുകൾ വളരെ ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ചെയ്യുന്ന ഒരു ഫേമിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. നന്ദക് ഡെക്കോർ, തൃശ്ശൂരാണ്. അവരുടെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്റീരിയർ കൺസൾട്ടന്റ്, ഡോക്ടർ ഇന്ത്യൻ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ പോകുന്നത് നിഷാജിയാണ്. നമസ്കാരം. യഥാർത്ഥത്തിലേ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ്, ഇപ്പൊ ഒരു ഫർണിച്ചർ മാനുഫാക്ചറിങ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഫർണിച്ചർ മാനുഫാക്ചറിങ് എൻ്റയർലി ഡിഫറെന്റ് ആണ് നമ്മുടെ എപ്പോക്സി ഫർണിച്ചർ. എനിക്ക് തോന്നുന്നു ഇതിന്റെ ബേസിക് എന്ന് പറയുന്നത് എപ്പോക്സി റെസിൻസ് ആണ്, അല്ലേ? ഒരു ടേബിൾ ചെയ്തെടുക്കാനായിട്ട് എത്ര ദിവസമൊക്കെ വേണ്ടി വരും? നമുക്ക് നോർമലി ഒരു 10 to 15 days ആണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും അർജൻസി ഒക്കെ വരുന്ന കേസിൽ ഒരു 5 to 6 daysലും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ ചെയ്യാൻ പറ്റും. എങ്കിലും ഒരു കസ്റ്റമർ ഒരു 15 ദിവസത്തെ ഗ്യാപ്പ് ഇട്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടി വരും. യെസ്, ഇവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം. അതായത് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഫർണിച്ചർ നമ്മളിവിടെ ചെയ്യുന്നത്. ഫുള്ളി കസ്റ്റമൈസ്ഡ് ഫർണിച്ചർ, എഗൻസ്റ്റ് ഓർഡർ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതാണ് പ്രത്യേകത. സാധനം ചെയ്തിട്ട് വിൽക്കുകയല്ല. അതിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ട് ബെസ്റ്റ് ആയിട്ട് എനിക്ക് ഇപ്പൊ ഇത് ഇവര് ഡെലിവറി കൊടുക്കാനിരിക്കുന്ന സാധനം ഇവിടെ പിടിച്ചു വെച്ചെടുക്കുകയാണ്. ഇതാ ഇതിനുള്ളില്, അതായത് നമ്മുടെ ഈ ടെറാറിയം പോലെ ഉള്ള സാധനങ്ങളുണ്ടല്ലോ. അപ്പൊ അതാണ് എനിക്ക് കണ്ടപ്പോ ഫസ്റ്റ് ഫീൽ ചെയ്തത്. ഇത് സാധാരണ നമ്മുടെ എപ്പോക്സി ടേബിളുകൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, പക്ഷെ എങ്കിൽ പോലും ഇത് കാഴ്ചക്കാരെ എത്ര പേര് ഇത് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇതെങ്ങനെ ഇതിനുള്ളിൽ ചെയ്യുന്നത്? ഇത് നമ്മള് 3D പോലെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നതാണ്. നമ്മളതിൽ പ്ലാന്റ്സ്, സ്റ്റോൺസ് എല്ലാം ഇട്ട് അതിന് മുകളിൽ എപ്പോക്സി ഫില്ല് ചെയ്യുന്നതാണ്. ഇത് ഒറിജിനൽ ആണ്. അതായത് ഇത് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഉള്ളിൽ വെച്ച് ഇതുപോലുള്ള ഐറ്റംസ് മുഴുവൻ ഇട്ട് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ കസ്റ്റമറായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓരോ സ്റ്റെപ്പും നമ്മളിത് അറേഞ്ച്മെന്റ് ചെയ്തിട്ട് ഫോട്ടോസ് അയച്ചു കൊടുക്കും. പിന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ അതിൽ എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, ഒഴിവാക്കുന്നെങ്കിൽ ഒഴിവാക്കാം. എന്നിട്ടാണ് നമ്മൾ പിന്നെ എപ്പോക്സി ഫില്ല് ചെയ്യുന്നത്. 3D അല്ല, നമ്മൾ ഇതിൽ ചെയ്തിട്ട് എപ്പോക്സി ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഇതിന്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഫോട്ടോസ് അയക്കും. നമ്മൾ ചെയ്യുക. എല്ലാം അങ്ങനെയാണ്. ഇപ്പൊ ഈവൻ വുഡ് ആണെങ്കിലും ഫസ്റ്റ് നമ്മൾ വുഡിന്റെ പിക്ചേഴ്സ് അയക്കും. അത് ഓക്കെ ആണെങ്കിൽ നമ്മൾ ആ പാറ്റേണിൽ കട്ട് ചെയ്യും. ദെൻ മോൾഡിൽ വെച്ചിട്ട് ഫോട്ടോസ് അയക്കും. ദെൻ കളേഴ്സ് ആണെങ്കിലും ചിലപ്പോ ചിലർ ഓരോ കളേഴ്സ് സജസ്റ്റ് ചെയ്യും. നമ്മൾ ചിലപ്പോൾ അത് മിക്സ് ചെയ്തൊക്കെ ചെയ്തെടുക്കേണ്ടി വരും, നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. അപ്പൊ നമ്മൾ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ലെയർ ഫില്ല് ചെയ്തിട്ട് ഫോട്ടോസ് അയക്കും. അവർക്ക് എന്തെങ്കിലും ചേഞ്ചസ് വേണമെങ്കിൽ അപ്പൊ അങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. ഇതിൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലക്ഷദ്വീപിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും കാണുന്ന തിരയടിച്ചു വരുന്ന ആ ഒരു ദ്വീപ് സമൂഹമാണ് എനിക്ക് തോന്നുന്നു ഇവരിവിടെ ചെയ്തിരിക്കുന്നത്. ആ ലെവലില് തിരയടിക്കുന്നത് പോലെ ഇവിടെ ചെയ്തിരിക്കുന്നു, ഒരു ഐലൻഡ് പോലെ ഇവിടെ ചെയ്തിരിക്കുന്നു. ഇതിനിടയ്ക്ക് 2 ബോട്ടുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലേ? ബോട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയുണ്ട്, അതുപോലെ അവിടെയുണ്ട് ബോട്ട് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ ഫില്ല് ചെയ്തിരിക്കുന്നതാണ്. ഇതിൽ എന്തും ഫില്ല് ചെയ്യാം എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടോ? അതെ, എന്തും ഫില്ല് ചെയ്യാൻ സാധിക്കും. ഡ്രൈ ആയിട്ടുള്ള എന്ത് ഐറ്റംസ് നമുക്ക് ഫില്ല് ചെയ്യാം. ഡ്രൈ ഐറ്റംസ് എന്തും ഫില്ല് ചെയ്യാൻ പറ്റും. ശരിക്കും ഒരു ഇതിപ്പോ നമ്മൾ കാണുന്നത് വുഡ് വെച്ചിട്ടുള്ള എപ്പോക്സി ഫില്ല് ചെയ്ത ടേബിളാണ്. ഇവിടെ എപ്പോക്സി റെസിൻസ് മാത്രമായിട്ടുള്ള ടേബിളും കാണാം കേട്ടോ. അതായത് നമുക്കൊരു കൊറിയൻ ടോപ്പ്, അതായത് സോളിഡ് സർഫസ് ചെയ്തിരിക്കുന്ന പോലുള്ള അത്രയും നല്ല അടിപൊളി ടേബിൾ ഇവർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതും കാണിച്ചു തരാം. ഇതിന് എത്ര തിക്നെസ് നമുക്ക് വന്നിരിക്കുന്നത്? ടോട്ടൽ തിക്നെസ് ഇത് നമുക്കൊരു 1.75 to 2 ഇഞ്ച് അത്രയും തിക്നെസ് വന്നിട്ടുണ്ട്, അല്ലേ? ശരി. വുഡ് എല്ലാം തന്നെ നമ്മൾ ഇവിടെ ചെയ്ത് ഇത് പോളിഷ് ചെയ്ത് വരുമോ? ഇത് മാറ്റ് ഫിനിഷിലോട്ടും ചെയ്യാൻ പറ്റുമോ? മാറ്റ് ഫിനിഷിലോട്ടും ചെയ്യാം. എന്നാലും മോശം മോഡൽസിന് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഗ്ലോസി ഫിനിഷ് ആണ്. അതാണ് പോളിഷ് ചെയ്ത്. എങ്ങനെ ഒരു എന്താ പറയുക, നമ്മളൊരു കടൽ കാണുമ്പോൾ എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കും. യെസ്, ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത് കാരണം ഞാൻ ഇത് കാണിച്ചത് ഒരു കസ്റ്റമറുടെ ആവശ്യമായിരുന്നു. ദെൻ ഇതൊരു രണ്ടാമത്തെ പ്രൊഡക്റ്റ് ആയിട്ട് കാണിക്കാം. ഇത് വുഡും ബ്ലാക്കും, അതായത് വുഡിന്റെയും ബ്ലാക്കിന്റെയും. ഇത് വുഡാണ്. അതെ, വുഡാണ്. വുഡ് നമ്മളൊരു പൊട്ടിച്ചെടുത്തൊരു ഫീല് കിട്ടാൻ വേണ്ടി ഈ ഒരു ഡിസൈനിൽ ചെയ്തെടുത്തിരിക്കുന്നത്. ഓ ശരി ശരി. അപ്പൊ ഇങ്ങനെ ഈ ഒരു ചിപ്പിംഗ് കൃത്യമായിട്ടാണോ ഈ വുഡിൽ വന്നിരിക്കുന്നത്? അതോ അല്ല, ഇത് നമ്മൾ CNC വെച്ച് അങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ്. ഇവർക്കിവിടെ CNC മെഷീൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്, അല്ലേ? അപ്പൊ ഏത് രീതിയിൽ ഒരു കസ്റ്റമർ പറഞ്ഞാൽ കട്ട് ചെയ്തെടുക്കാം, അങ്ങനെ ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇതിപ്പോ എനിക്ക് തോന്നുന്നു 8x4 സൈസിലാണ്. ഇത് 7x3.5. ഇങ്ങനെ ഒരു ടേബിൾ ഇതിന് എത്ര രൂപയാവും? മീൻസ് എനിക്ക് സ്ക്വയർ ഫീറ്റ് ആണ്. സ്ക്വയർ ഫീറ്റ് നമുക്ക് തിക്നെസ് അനുസരിച്ചിട്ടാണ്. നമുക്ക് ഈ വുഡും എപ്പോക്സിയും വരുന്നത് നമുക്കൊരു 1300 തൊട്ടാണ് സ്റ്റാർട്ടിങ്. ടേബിൾ വരുമ്പോൾ
ടോപ്പ് ടേബിൾ ടോപ്പ് ടേബിൾ ടോപ്പ് വരുമ്പോൾ ശരി. പിന്നെ നമുക്ക് തിക്നെസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് റേറ്റിൽ വ്യത്യാസം വരും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു 6x4 ഈ ഒരു തിക്നെസ് വരുന്ന സാധനമാണെന്ന് കണക്കാക്കുക. ഒരു 6x4 ആണെന്നുണ്ടെങ്കിൽ 6 × 4 24 അതേ ഇൻറ്റു ഈ പറഞ്ഞ 1300 റുപ്പീസ് കണക്കാക്കുക. അതിനകത്ത് സ്ട്രക്ചർ, അതായത് മെറ്റലിന്റെ ലെഗാണ് ഉപയോഗിക്കുന്നത്, അതിന് എക്സ്ട്രാ ആണ് വരുന്നത്. അത് പ്രത്യേകം എടുത്തു പറയട്ടെ, കാര്യം പലപ്പോഴും ടേബിൾ എന്ന് പറയുമ്പോൾ ആൾക്കാർ അത് തെറ്റിദ്ധരിക്കാനറിയാം, അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത്. ഇതാ ഇത് വേൾഡ് മാപ്പ് ആണ്. ഇത് വേൾഡ് മാപ്പ്. അതെ, ഇത് USA മാപ്പ്. ഇത് USA മാപ്പ്. ഇതൊരു എക്സ്പോർട്ടിംഗ് ടീമിന് നമ്മൾ കൊടുക്കുന്നതാണ്. ഓ ശരി. ഇവിടെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ ലൈസൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട്, നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ വേറെ ടീം നമ്മുടെ അടുത്ത് നിന്ന് എടുത്തിട്ട് അവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. വേൾഡ് മാപ്പിൽ എങ്ങനെയാണോ നമ്മൾ ഇരിക്കുന്നത് അതിനേക്കാളും പ്രൊജക്റ്റഡ് ആയിട്ട്, അതിനേക്കാളും ഭംഗിയായിട്ട് ഇരിക്കുന്നത് കാണാൻ സാധിക്കും. കാരണം ഇത്രേ ഉള്ളൂ, എപ്പോക്സിയിൽ ഓഷൻ ചെയ്യുമ്പോൾ കൂടുതലും പ്രൊജക്ഷൻ വരും. സാധാരണ നമ്മൾ വരച്ചെടുക്കുന്ന പോലെയല്ല, നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്കും വ്യക്തമായിട്ട് മനസ്സിലാവും. ഇത് വിത്ത് ലെഗാ ചെയ്തിരിക്കണേ. ഇതിനെങ്ങനെ പീസ് റേറ്റ് ആണോ? ഇതിന് നമുക്ക് പീസ് റേറ്റ് ആണ്. എങ്ങനെയാ വരിക? അത് നമുക്കൊരു 15,000 15 രൂപയാണ് ഇതിന് വരിക. അതിനേക്കാളും കുറച്ചുകൂടെ റേറ്റ് താന്നായിരിക്കും ഒരുപക്ഷെ ഇത് വരുന്നത്. പിന്നെ തിക്നെസ് അനുസരിച്ച് ഇതിനും വ്യത്യാസം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ല, ഇത് കോഫി ടേബിൾ ഏകദേശം പീസ് റേറ്റ് തന്നെയാണ്. പീസ് റേറ്റ് ആണ്. അയ്യോ, ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതൊക്കെ ചെയ്തെടുക്കാനായിട്ടുള്ള ടൈം, കോഫി ടേബിൾ ഒക്കെ സമയം നമ്മൾ പറഞ്ഞ 15 ദിവസം തന്നെയാണ്. അതെ, എല്ലാത്തിനും നമുക്ക് ആ ഒരു ഡേയ്സ് തന്നെയാണ് വരിക. ഇത് എപ്പോക്സിക്ക് സെറ്റിംഗ് ടൈം ഉണ്ട്, അതാണ് നമുക്ക് ഈ ഡേയ്സ് വരുന്നത്. ഞാൻ ചോദിക്കാൻ പറ്റുന്നത് ക്യൂറിംഗ് ടൈം എന്ന് പറഞ്ഞ സാധനം ഇതിനകത്ത് ഉണ്ടല്ലോ അല്ലേ? ഇവിടെയും ഒരു ടേബിള് നമ്മളിപ്പോ കണ്ട ഒരു ബ്ലാക്ക് ടേബിൾ അത്ര കോമൺ അല്ല, പക്ഷെ ഇതുപോലുള്ളത് മിക്കവാറും ഓഷൻ ടൈപ്പിലൊക്കെ സ്വാഭാവികമായിട്ട് കോമൺ ആയിട്ടുള്ള ഒരു സംഗതിയാണ് അല്ലേ? ബാക്കിയുള്ള ടേബിളുമായിട്ടുള്ള ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എഡ്ജസ് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഇത് എത്ര തിക്നെസ് വരുന്ന സാധനമാണ്? ഇത് നമുക്കൊരു 1.25 ആ റേഞ്ചിൽ തിക്നെസ് വരുന്നത്. എഡ്ജസ് നോക്കി കഴിയുമ്പോൾ മനസ്സിലാവും. ബാക്കി ഇതെല്ലാം വുഡ് ആണ് ചെയ്തിരിക്കുന്നത്. കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൈസിൽ കസ്റ്റമൈസേഷൻ ആവാം, തിക്നെസ്സിൽ കസ്റ്റമൈസേഷൻ ആവാം, കളേഴ്സിൽ കസ്റ്റമൈസേഷൻ ആവാം, ഏത് രീതിയിലും ചെയ്തെടുക്കാൻ വുഡിലും കസ്റ്റമൈസേഷൻ ആവാം. ഓക്കെ. ഇതിപ്പോ നമ്മൾ കണ്ടത് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്ന കുറച്ച് സാധനങ്ങളാണ്. നമുക്ക് നമ്മുടെ വർക്ക്ഷോപ്പിലോട്ട് ഒന്ന് കയറിയാലോ? കൂടുതൽ കാര്യങ്ങൾ എനിക്ക് തോന്നുന്ന അവിടെ കാണിച്ചു കൊടുത്താൽ കുറച്ചുകൂടി ഒന്ന് വ്യക്തമായേക്കും. നമുക്കിത് കറക്റ്റ് സ്ഥലം എവിടെയാണ്? തൃശ്ശൂര്. ഞാൻ തൃശ്ശൂരിന് മാത്രമേ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുള്ളൂ, അത് ചോദിക്കാൻ കാര്യം. ഇത് തൃശ്ശൂർ കരിവന്തലയാണ് വരുന്നത്. കരിവന്തല അതെ, ടൗണിൽ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ ഉള്ളൂ. നമ്മുടെ അവിടെ കോട്ടയത്ത് നിന്നൊക്കെ വരുന്നവർക്ക് ടൗണിൽ വരണ്ട, അതിന് മുന്നേ കട്ട് ചെയ്ത് പോരാ. ഇതൊരു സെന്റർ ടേബിളാ. ലൈവ് എഡ്ജ് എന്നല്ലേ ഇനി പറയുന്നത്? ലൈവ് എഡ്ജ് എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കിയാൽ മതി. ഇതുപോലെ എഡ്ജസ് ലൈവ് ആയിരിക്കും. അങ്ങനെ തന്നെ അല്ലേ? വുഡിന്റെ നാച്ചുറൽ ഷേപ്പ് എന്താണോ അത് അതേപോലെ തന്നെ ഇട്ട് ചെയ്യാം. എഡ്ജിലും അതുപോലെ തന്നെ വരും. അതിനാണ് ലൈവ് എഡ്ജ് എന്ന് പറയുന്നത്. ഇതിലൊരു മേജർ പോർഷൻ വുഡാണ്, അതേസമയം എപ്പോക്സി ഇവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്. ബാക്കി ഫുൾ എപ്പോക്സി ആണ് വന്നിരിക്കുന്നത്. ടോപ്പില് ഫുൾ എപ്പോക്സി. ഇതൊരു സിംഗിൾ പീസ് വുഡാണ്. അതിന്റെ ഈ ക്രാക്കുകള്, ഹോളുകള് അവിടെ മാത്രം ജസ്റ്റ് എപ്പോക്സി ഫിൽ ചെയ്ത് ഒരു ഗ്ലോസി ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ശരിക്കും ആ വുഡിന്റെ കനം എത്രയുണ്ടോ ആ കനം ഫുള്ളായിട്ട് ഇതിലുണ്ട്. അത്രയും തന്നെ എപ്പോക്സിയും ഫിൽ ആവുമോ? അതെ, അത്രയും തന്നെ. ആ ക്രാക്ക് എത്ര മാത്രം ഉണ്ടോ അത്രയും. ഇതൊക്കെ എത്ര റേറ്റ് വരുന്ന ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും? ഇതൊക്കെ നമുക്കൊരു പീസ് നമുക്കൊരു 9,000 റേഞ്ചിലാണ്. ഇതിന് ലെഗ് ഉൾപ്പെടെയുള്ള റേറ്റാണ് ഞങ്ങൾ പറയുന്നത്. ഇതിന് ഞാൻ ചോദിച്ചോട്ടെ, ഇതിനിപ്പോ വുഡ് ഏതൊക്കെയാണ് നമ്മൾ സാധാരണ ഗതിയിൽ യൂസ് ചെയ്യുന്നത്? സാധാരണ നമ്മൾ റെയിൻ ട്രീ എന്നുള്ള വുഡ് യൂസ് ചെയ്യാറുണ്ട്. അത് നമുക്ക് നല്ല ഗ്രെയിൻസും നല്ല കളറുമാണ് കൂടുതൽ. ഫ്ലവറി ഗ്രെയിൻസ് കൃത്യമായിട്ട്. പിന്നെ അക്കേഷ്യ ഉണ്ട്, കഴനി എന്നുള്ളൊരു വുഡ് ഉണ്ട്. പിന്നെ നമ്മൾ തേക്കും യൂസ് ചെയ്യും. എക്സ്പെൻസീവ് ആവും. ഇതൊക്കെയാണ് നോർമലി നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടാവുക. പിന്നെ സ്പെഷ്യൽ ആയിട്ട് ഏതെങ്കിലും വുഡ് വേണമെന്ന് പറഞ്ഞാൽ അത് നമ്മൾ എടുത്ത് ചെയ്യും. പക്ഷെ അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഡേയ്സ് കൂടും. ഇതെല്ലാം നമ്മൾ സീസൺ ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതില് വുഡ് ചെയ്യുമ്പോഴത്തേക്കുള്ള ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമുക്ക് ആ വുഡിന്റെ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ആ ഒരു ഫ്ലവർ കട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ആ ഗ്രെയിൻസ് കൃത്യമായിട്ട് നമുക്ക് അതിൽ കിട്ടും. പോളിഷ് ചെയ്ത് വരുമ്പോഴത്തേക്കും എങ്ങനെയാണോ നമ്മൾ ഉദ്ദേശിച്ച ആ സാധനം നമുക്ക് ഇതിൽ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇത് നമ്മൾ ഒരു ടേബിൾ ഇങ്ങനെ ഇട്ടിരിക്കുന്നു. ലെഗ് ഏത് വേണേ നമുക്ക് കൊടുക്കാം. അങ്ങനെ തന്നെ അല്ലേ? ഇതില് ഇവിടെ ഒരു വിരിപ്പുണ്ട്, ഞാനൊന്ന് എടുത്തോട്ടെ. അതായത് നിങ്ങൾ ഇവിടെ ചെയ്യുന്ന ഒന്ന് ക്ലോക്കാണ്. ഇതെങ്ങനെ ചെയ്തിരിക്കണേ? എന്താണ് ഇതിന്റെ ബേസ്? ഇത് നമ്മൾ MDFന്റെ മുകളിൽ ചെയ്യുന്നതാണ്. ഓഷ്യൻ ഡിസൈനില്. കല്ലൊക്കെ എങ്ങനെ ചെയ്യുന്ന? കല്ലെല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. എന്നിട്ട് ഇനി നമുക്കൊരു കസ്റ്റമർ കൊടുക്കുമ്പോൾ വിത്ത് മെഷീൻ അടക്കമാണ്? അതെ, ക്ലോക്ക് ആയിട്ടാണ് കൊടുക്കുന്നത്, വിത്ത് മെഷീൻ നീഡിൽ. അതായത് കുറച്ച് ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു ക്ലോക്ക് ഡിസൈൻ വരെ ചെയ്തു തരും ഒരു കസ്റ്റമർക്ക്. ഇതിപ്പം ഇവർ ചെയ്തു വെച്ചിരിക്കുന്നതാണ്.
കസ്റ്റമറെ സൈസ് അനുസരിച്ച് ചെയ്ത് കൊടുക്കത്തില്ല. അതെ അതെ, സൈസ് അനുസരിച്ച് ചെയ്തു. എനിക്ക് തോന്നുന്നു തിക്നെസ്സിനേക്കാളും അതിന്റെ റൗണ്ട് അല്ലെങ്കിൽ ആ സൈസ് ആയിരിക്കും കൂടുതൽ അതെ അതെ ശ്രദ്ധിക്കുന്നത് അല്ലേ? ക്ലോക്കിൽ അങ്ങനെയാണ്. ഇതിപ്പോ ഒരു 12 ഇഞ്ചാണ് ഡയമീറ്റർ വരുന്നത്. നമ്മൾ 18 ഇഞ്ച്, 24 ഇഞ്ച്, 30 ഇഞ്ച് വരെ ചെയ്യുന്നുണ്ട്. എത്ര റേറ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്? നമുക്കൊരു 12 ഇഞ്ച് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 1900 ആ റേഞ്ച് രൂപ നമുക്ക് കൊടുക്കാൻ പറ്റും. അതും കസ്റ്റമൈസ്ഡ് ആണ്. ഇതിപ്പോ നമ്മൾ കാണിച്ച ഒരു ഡിസൈൻ മാത്രമാണ്, പല ഡിസൈൻസ് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു അതോ ചെയ്ത് പകുതിയായതോ? ചെയ്ത് പകുതി ആയിട്ടുണ്ട്. ഓ, ഇനിയും കുറച്ചുകൂടി ഫില്ലിംഗ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ശരി. ഇപ്പൊ ഇനി തൊടാൻ പറ്റത്തില്ലല്ലോ? തൊടാൻ പറ്റും. ഇന്നിപ്പോ അതിൽ ഫില്ല് ചെയ്തിട്ടില്ല. തൊട്ട് കഴിഞ്ഞാൽ അതോട്ട് പോകത്തില്ല? ഇല്ല, കുഴപ്പമില്ല അല്ലേ? അതാ, ഇത് ഗ്ലാസ് ആയതുകൊണ്ടാണ് ഒരു ഇൻഹിബിഷൻ. കാര്യം തൊട്ട് കഴിഞ്ഞാൽ ഇതായിട്ട് കിടക്കുവാണെന്നുള്ളത്. പക്ഷെ ഇതിപ്പോ ജസ്റ്റ് ഒന്ന് ഉറച്ചു തുടങ്ങി അല്ലേ? 7 മണിക്കൂറാണ് സെറ്റിംഗ് ടൈം വേണ്ടത്. ഇനി ഞാൻ ഇതിന്റെ ഒരു ടെക്നിക്കൽ സൈഡിലോട്ട് പോവാം. നമ്മള് ഇത് ഫുള്ളായിട്ടല്ലേ നിറയ്ക്കുന്നത്? അപ്പൊ ഇപ്പം ഇത്ര നിറച്ച് കാണുന്നുള്ളൂ, അതെന്താ അങ്ങനെ വെച്ചിരിക്കണേ? ഇത് നമുക്ക് ലെയർ ബൈ ലെയർ ആയിട്ടാണ് ഫില്ലിംഗ് ചെയ്യാൻ പറ്റുക. ഓ, എത്ര തിക്നെസ് ഉള്ള ലെയർ വെച്ചിട്ട്? നമുക്കൊരു 8 mm തിക്നെസ് ഉള്ള ലെയർ വെച്ചിട്ട്. ഓക്കെ, അങ്ങനെയാണ് ഐഡിയൽ ആയിട്ട് ഇത് ചെയ്യേണ്ടത്. അതെ അതെ. ഓ ശരി. ഇനിയിപ്പോ ഇവര്, എനിക്ക് തോന്നുന്നു, ഞാൻ ഇപ്പോ റെനിൽബ്രോയുടെ സംസാരിച്ചെന്ന് പറയാൻ, നിങ്ങൾ ഏതാണ്ട് 7 വർഷത്തിന് മുകളിലായിട്ട് ഇങ്ങനെ ഒരു പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർ. ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് അതിന്റെ റെസിൻസ്, എപ്പോക്സീസ് ഇതൊക്കെ ഡയറക്റ്റ് നിങ്ങൾ കൊണ്ടുവന്ന് അങ്ങനെ ചെയ്തെടുക്കുന്നത്. കളറിന് ലിമിറ്റേഷൻ ഉണ്ടോ? ഇല്ല, കളറും നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സിലും ചെയ്യാൻ പറ്റും. ഏത് കളറിലും ചെയ്യാൻ പറ്റും. ഇന്ന കളർ എന്നുള്ള സാധനം ഇല്ല. ഇന്റീരിയർ അനുസരിച്ച് അവർ പറയുന്ന കളറിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതിപ്പോ ഗ്രീന്, ബ്ലാക്ക്, സിയാന്, അങ്ങനെ പല കളേഴ്സ് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ മറ്റൊരു ക്ലോക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ കുറച്ചു മുന്നേ അപ്പുറം കണ്ടതുപോലെ ഇവിടെ ഒരു ക്ലോക്ക് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇതില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനം എന്താ വെച്ചാൽ ഇതിന്റെ ഫിനിഷാണ്. ഇതിന്റെ ഡീക്കേയിങ്, ഒന്ന് ഈ വുഡിന് ഡീക്കേയിങ് ഇല്ല, വുഡിനെ ശരിക്കും ടച്ച് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും വുഡിന് വരുന്ന പ്രശ്നങ്ങൾ, കുത്തല് വീഴുക, വളയുക, അതൊന്നും ഈ ഒരു സംഗതിയിൽ വരുന്നില്ല. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് കാണിക്കാൻ പോകുന്നത്. ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോഴത്തേക്കും ഇത് വിചാരിച്ചത് എന്താന്ന് വെച്ചാല്, ഇത് നമ്മുടെ കൊറിയൻ ടോപ്പ് ഉണ്ടല്ലോ, കർവ് ചെയ്തെടുക്കുന്ന കൊറിയൻ ടോപ്പുകൾ എന്ന് പറഞ്ഞതുപോലെ ചെയ്ത ഒരു സാധനമാണെന്ന് വിചാരിച്ചത്. അതിന് ശേഷം വന്നപ്പോഴേക്കും എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് പൂർണ്ണമായിട്ട് റെസിനിൽ ചെയ്തിരിക്കുന്ന എപ്പോക്സി റെസിനാണ് പൂർണ്ണമായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതെ, നമുക്ക് ബേസ് വന്നിട്ട് നമ്മൾ പ്ലൈവുഡ് ആണ് യൂസ് ചെയ്യുന്നത്. പ്ലൈവുഡിന്റെ മുകളിൽ നമ്മൾ എപ്പോക്സി വെച്ച് ഡിസൈൻ ചെയ്തെടുക്കുന്നതാണ്. ഏത് ഡിസൈനും ചെയ്യാം. ഓ, ഇപ്പൊ ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ മാർബിളിന്റെ ഡിസൈൻ ആണ് ഇവരിവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഡിസൈൻ ആവശ്യപ്പെടുന്നോ ആ ഡിസൈൻ അനുസരിച്ച് നമുക്ക് ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ഇവിടെ കാണിച്ചുതരാവേ. ഇത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതിന്റെ എഡ്ജസ് ആണ്. സാധാരണ ടേബിൾ ടോപ്പുകൾ ചെയ്യുമ്പോൾ, മാർബിൾ ആയിക്കോട്ടെ, ഗ്രാനൈറ്റ് ആയിക്കോട്ടെ, ഏതായിക്കോട്ടെ, ടേബിൾ ടോപ്പുകൾ ചെയ്യുമ്പോഴത്തേക്കും ഇവിടുത്തെ ഒരു 45 എഡ്ജ് കട്ടിങ് ഉണ്ട്. അത് കൃത്യമായിട്ട് നമുക്ക് അവിടെ വിസിബിൾ ആവും. ഇതിനങ്ങനെ ഒരു സംഗതി ഇല്ലതാ, ഗ്രൂ ചെയ്തതുപോലെ അത് വൃത്തിയായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിലും തിക്നെസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ആണോ അതോ കസ്റ്റമൈസ്ഡ് ആണോ? അതും കസ്റ്റമൈസ്ഡ് ആണ്. ഓ, എത്ര തിക്നെസ്സിൽ വരെ നമുക്ക് ചെയ്യാൻ പറ്റും? അങ്ങനെയാണോ? അതെ, നമുക്ക് എത്ര വേണമെങ്കിൽ ചെയ്യാം. നമ്മൾ നോർമലി ഒരു 20 to 22 mm, അതാണ് നമുക്ക് കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് എക്സ്ട്രാ സൈഡിൽ ഒരു ബീഡിങ് കൊടുത്തിട്ട് ഒരു 1.5 ഇഞ്ച് തിക്നെസ് വരെ ചെയ്യാൻ പറ്റും. ഇതിനിപ്പോ എക്സ്പെൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കാം, ഇതിപ്പോ എത്ര രൂപ തൊട്ടൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും? ഇത് നമുക്ക് സ്ക്വയർ ഫീറ്റ് ഒരു 800 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഒരു 6x4, ഇത് എത്രയുണ്ട് സൈസ് വരുന്നത്? ഇത് 5x3 ആണ്. 5x3, അതായത് ഏതാണ്ട് 15 സ്ക്വയർ ഫീറ്റ്. 15 × 800 എന്ന് കണക്കാക്കിയാൽ മതി ഇതിന്റെ റേറ്റ് അറിയാനായിട്ടല്ലേ? ഇതിന്റെ റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന്റെ ടോപ്പിന്റെ റേറ്റ് മാത്രമാണ് ഞങ്ങൾ പറയുന്നത്. അതിന്റെ സ്ട്രക്ചർ, അതായത് ഇതിന്റെ ലെഗിന്റെ റേറ്റ് എക്സ്ട്രാ ആണ് വരുന്നത്. അതും പക്ഷെ നമ്മൾ ചെയ്തു കൊടുക്കുമല്ലോ, വുഡിൽ ചെയ്യും. അതുപോലെ GA-ലോ GP-ലോ MS-ലോ ഒക്കെ ചെയ്യാൻ പറ്റും അല്ലേ? അത് ഏത് വേണേൽ ചെയ്തു തരും. പക്ഷെ ഈ ടോപ്പിന്റെ വില മാത്രമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇത് തിക്നെസ് നമുക്ക് എത്രമാത്രമൊക്കെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും? തിക്നെസ് നമുക്ക് നോർമലി ഒരു 22 mm ആണ്. പിന്നെ നമ്മൾ എക്സ്ട്രാ സൈഡിൽ ഒരു ബീഡിങ് കൊടുത്ത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അങ്ങനെ ചെയ്യാൻ പറ്റും. ഇവിടെയും ഇതിന്റെ ആ ഒരു കളറിനോട് ഇപ്പൊ ഒരു കളർ പാലറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ അതേ ഡിസൈൻ വെച്ചിട്ട് ഇവിടെ ചെയ്തിരിക്കുന്നു. അതിപ്പോ നമ്മൾ കണ്ടത് ഈ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു മോഡല് മാത്രമാണ്. ഇവിടെ അങ്ങനെ 2-3 മോഡൽസ് ചെയ്തു വെച്ചിട്ടുണ്ടല്ലേ? അതിലൊന്നതാ നമ്മൾ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ വീതിയും നീളവും കൂട്ടാമല്ലോ, കുഴപ്പം വരത്തില്ല. ബേസ് പ്ലൈവുഡ് ആണ് സ്ട്രക്ചർ വരുന്നത് അല്ലേ? ബേസ് പ്ലൈവുഡിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോ ഒരു 10 ഫാമിലിക്ക് ഇതുപോലത്തെ 10 എണ്ണം കൊടുക്കാൻ പറ്റും. യൂണിഫോം ആയിട്ടും കൊടുക്കാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത, ഇങ്ങനെയുള്ള ടേബിളുകളുടെ പ്രത്യേകത. ഇപ്പൊ കണ്ടത് ഒരു വൈറ്റിഷ് ആയിട്ടുള്ള പാലറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. വൈറ്റ് കുറച്ചേ ഉള്ളൂ,
ഒരു ബ്ലാക്ക് കളറാണ്. ഇതിൽ ഫുൾ കളർ ബ്ലാക്ക് എടുക്കാൻ പറ്റുമോ? ബ്ലാക്ക് ആയിട്ട് എടുക്കാം, ചെയ്യാൻ സാധിക്കും. ഇതിന്റെയൊക്കെ ഒരു വലിയ പ്രത്യേകമായിട്ട് ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ബ്ലാക്ക് കളർ കൊടുക്കുന്ന സംഗതി ഒന്നുകിൽ വുഡിൽ പെയിന്റ് ചെയ്തെടുക്കും, അല്ലെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളർ ഗ്ലാസ് ആണ് കൊടുക്കുക. അതിന് പകരം നമുക്ക് തിക്നെസ് വെച്ചിട്ട് ബ്ലാക്ക് കളർ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണിത്. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ പ്രത്യേകത ഇതിന്റെ സൈഡ് എഡ്ജ് തന്നെയാണ്. സൈഡ് എഡ്ജുകൾ ഗ്രൂ ചെയ്ത് വെച്ചതുപോലെ അത്രയും ഫിനിഷിൽ ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ പിന്നെ അതുപോലെ കൊറിയാൻ ടോപ്പ് വല്ലോ നമുക്ക് ഗ്രൂ ചെയ്യേണ്ടി വരും. പക്ഷെ അതിന്റെ എക്സ്പെൻസ് ഇതുമായിട്ട് നോക്കുമ്പോഴത്തേക്കും അതിന് 4 ലക്ഷം എക്സ്പെൻസ് തീരുകയും ചെയ്യും. ഈ പ്രോഡക്റ്റുകൾ ഞാൻ നമ്മൾ അപ്പുറേ കണ്ട ആ പ്രോഡക്റ്റുകളിൽ വെച്ചിട്ട് ഒരു വില കുറവുണ്ടല്ലോ, അതെന്താണാവും? വില കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ പ്ലൈവുഡിന് മുകളിലാണ് ചെയ്യുന്നത്. നമുക്ക് എപ്പോക്സി ക്വാണ്ടിറ്റി കുറവ്. ആ വുഡിന്റെ തിക്നെസ് എത്രയാണോ അത്രയും തിക്നെസ്സിൽ നമുക്ക് എപ്പോക്സി വരും. പിഗ്മെന്റ് അത്രയും തന്നെ വേണ്ടി വരും. എപ്പോക്സി അത്രയും തന്നെ വേണ്ടി വരും. ഇത് നമുക്കൊരു ലെയർ ആയിട്ടാണ് വരുന്നത്. പക്ഷെ ഇതിന്റെ ബാക്ക് സൈഡിലും നമ്മൾ ഇതേപോലെ ഒരു ഡിസൈൻ കൊടുക്കും. പ്ലൈവുഡ് ആണെന്നൊന്നും അറിയില്ല, പ്രൊട്ടക്ഷന്റെ പ്രശ്നങ്ങളും ഇല്ല. ഇങ്ങോട്ട് വന്നാൽ ഇതിപ്പോ നമ്മൾ ചെയ്തു വെച്ചേക്കുന്നല്ലേ? ഉണങ്ങിയിട്ടുണ്ടോ? ഉണങ്ങിയ സാധനമാണ്. നമ്മളിവിടെ കാണുന്നത് മിക്ക സംഗതികളും ചെയ്ത് പകുതിയായി അല്ലെ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതികളാണ്. ഇതിൽ നോക്കുമ്പോഴത്തേക്ക് ആ ഒരു കർവിങ് കൃത്യമായിട്ട് ഇതിങ്ങനെ കസ്റ്റമർ ആവശ്യപ്പെട്ടത് ഇങ്ങനെയായിരുന്നു. കസ്റ്റമർ ആവശ്യപ്പെട്ടത് യെസ്. ഇത് നോക്കുമ്പോഴത്തേക്ക് ഇത് ഞങ്ങളുടെ നാട്ടിൽ മുള്ളുവേങ്ങ എന്ന് പറഞ്ഞ തടിയാണ്. ഇവിടെ എന്നാ പറയുന്നത്? മുള്ള് കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. മുള്ളുവേങ്ങ നമ്മുടെ നാട്ടിൽ പറയും. അങ്ങനെ ചെയ്തിരിക്കുന്ന സാധനമാണ്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു കസ്റ്റമർ ആവശ്യപ്രകാരം എങ്ങനെ നമുക്ക് ചെയ്തു കൊടുക്കാം. ഇത് പൂർത്തിയായതാണോ? പൂർത്തിയായിട്ടില്ല. ഇല്ല. അതായത് തൊട്ട് കഴിഞ്ഞാൽ കയ്യെ പറ്റും. യെസ്. ഇത് സെറ്റായി വരുന്നുള്ളൂ. ഞാൻ വരുമ്പോഴത്തേക്ക് ഇത് പകുതി ഒഴിച്ച് നിങ്ങൾ ഫില്ല് ചെയ്ത് വെച്ചേക്കുവാണ്. ലൈവ് എഡ്ജ് ടേബിൾ ഇതല്ലേ? ഇതാണ് ലൈവ് എഡ്ജ്. ഞാൻ അപ്പുറേ കാണിച്ചിരുന്നു. ലൈവ് എഡ്ജ് ഇവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇതിന്റെ തിക്നെസ്, നമ്മുടെ തടിയുടെ തിക്നെസ് എത്രയോ അത് തന്നെയാണ് നമ്മൾ ലൈവ് എഡ്ജ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് മുന്നേ നമ്മൾ പറയാം എന്തുകൊണ്ട് ഇതിൽ എക്സ്പെൻസ് കൂടുന്നു ചോദിച്ചാൽ അത്രയും തിക്നെസ് നമുക്ക് ഇവിടെ അതേപോലെ തന്നെ എപ്പോക്സി റെസിൻസ് ചെയ്യേണ്ടി വരും. അതാണ് ഇതിന്റെ റേറ്റ്. ഇതിന് എത്ര റേറ്റ് വരുന്നുണ്ട്? ഇത് നമുക്ക് കുറച്ചുകൂടി റേറ്റ് കുറവാണ് തടിയെ അപേക്ഷിച്ച്. കാരണം ഇതിലും നമുക്ക് വുഡില് ഇവിടെയാണ് നമ്മൾ എപ്പോക്സി ഒരു ലെയർ പോലെ ഒരു പോർഷനിൽ ചെയ്തിട്ടുള്ളൂ. ഓക്കെ. ഇത് നമുക്ക് ഒരു സ്ക്വയർ ഫീറ്റ് 1000 റേഞ്ചിലാണ് വരുന്നത്. 1000 റേഞ്ച്. അതും ഈ പറഞ്ഞ ടോപ്പിന്റെ മാത്രം റേറ്റാ പറഞ്ഞത്. താഴത്തെ ലെഗ്, മെറ്റൽ ലെഗ് ഉൾപ്പെട്ടിട്ടില്ല. മെറ്റൽ ലെഗ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവർ തന്നെ ഇവിടുന്ന് ചെയ്തു തരും. ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. വുഡിലും ബാക്കിയുള്ള എല്ലാ മെറ്റൽസിലും ചെയ്തു തരും. ഇത് CNC മെഷീനാ? CNC റൂട്ട് മെഷീൻ. ഇതുകൊണ്ട് എന്താ പ്രയോജനം, അല്ലെങ്കിൽ എന്താണ് ഗുണം? ഇതുകൊണ്ട് നമുക്ക് നമ്മുടെ ക്ലോക്കുകൾ ചെയ്യുന്നുണ്ട്. അതിന്റെ കട്ടിംഗ് പെർഫെക്ഷൻ, നമ്മുടെ ടേബിൾ ആണെങ്കിലും ഫൈനൽ കട്ടിംഗ് പെർഫെക്ഷൻ, തിക്നെസ് നമുക്ക് ഒരേ തിക്നെസ്സിൽ ചെയ്തെടുക്കാം. പിന്നെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഡിസൈൻസ് പറഞ്ഞാൽ അതും നമുക്ക് എൻഗ്രേവ് ചെയ്തെടുക്കാം. ഡിസൈൻസ് നമുക്ക് ഇതിൽ കസ്റ്റമൈസ് ചെയ്തെടുക്കാം. നെയിം ബോർഡും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ നെയിം ബോർഡ് എൻഗ്രേവ് ചെയ്ത് അതിന്റെ പൂർത്തിയായി വരുന്നുള്ളൂ അല്ലേ? അത് ഇവർ ഇവിടെ ചെയ്തതാണ്. അതുപോലെ നെയിം ബോർഡ്സ് ഒക്കെ നമുക്ക് ഇവിടെ ചെയ്തെടുക്കാൻ പറ്റും. യഥാർത്ഥത്തിൽ ഒരു കസ്റ്റമർക്ക് ഏത് രീതിയിലുള്ള കസ്റ്റമൈസേഷൻ നമ്മൾ കൊടുക്കും. സർവീസ് എവിടെയൊക്കെ ഉണ്ട്? സർവീസ് ഓൾ ഇന്ത്യ ഇപ്പൊ ചെയ്യുന്നുണ്ട്. എക്സ്പോർട്ടിംഗ് ലൈസൻസ് എല്ലാം ഇപ്പൊ റെഡിയാണ്. വെളിയിലും കൊടുക്കാം. യെസ്. അതായത് നമുക്കിവിടെ ഒരു കസ്റ്റമർക്ക് ഇവിടെ വന്ന് സാധാരണഗതിയിൽ നമ്മുടെ ഫർണിച്ചർ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ എല്ലാവർക്കും അറിയുന്നത് പോലെ നിങ്ങളുടെ ഇതനുസരിച്ച് ചിലപ്പോൾ ഒരു ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിന്റെ വലുപ്പത്തിനനുസരിച്ചുണ്ടാകും നമ്മൾ എടുത്തിട്ട് പോകും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നിങ്ങൾ ചെയ്യുന്നത് ഒന്ന് കസ്റ്റമൈസ്ഡ് ആണ്. അതായത് കസ്റ്റമറുടെ വീടിന്റെ ഡിസൈൻ അനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് വളരെ കൃത്യമായിട്ട് ഏതൊക്കെ ഡിസൈൻ വേണമെങ്കിലും അത് ചെയ്ത് കൊടുക്കാൻ പറ്റും. യെസ്. അപ്പോൾ ബാക്കിയുള്ള ഇവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാൻ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം. തൃശ്ശൂരുള്ളവർക്ക് നേരിട്ട് വന്ന് കാണാൻ പറ്റും. ഞങ്ങൾ ആദ്യം ഏത് അഡ്രസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഞാൻ താഴെ ഇട്ടേക്കാം. വന്ന് കണ്ട് ഇപ്പോൾ നമ്മൾ എത്ര വീഡിയോയിൽ കാണിച്ചു എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വന്ന് തൊട്ട് ഫീൽ ചെയ്യുന്നതിനുള്ളൊരു പ്രത്യേകതയുണ്ട്. ശരിയല്ലേ? അപ്പോൾ നിഷാജി ഇത്തരം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച്. ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ആ പ്രൊജക്റ്റ് കാണിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടാണ് സർവീസ്. എന്തായാലും 100% സർവീസ് കിട്ടുന്ന ഒരു ഫേം ആയിരിക്കും. നിങ്ങൾക്ക് നേരിട്ട് വിളിക്കും. വീണ്ടും കാണാൻ മറ്റൊരു മികച്ച വീഡിയോ ആയിരിക്കും. അജയ് ശങ്കർ സനിയോ, ഡോക്ടർ ഇന്ത്യ.